സർ, എന്തുകൊണ്ടാണ് ആളുകൾ ഇതിനെ സീരിയസ് ആയി എടുക്കാത്തത്? സക്സഷൻ പ്ലാനിങ് അല്ലേ. നമ്മൾ ഈ സക്സഷൻ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ആൾക്കാർ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നതിനെക്കാട്ടും ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്തത് ഒരു പക്ഷമുണ്ട്, അറിഞ്ഞാലും ആൾക്കാർ ചെയ്യാത്തത് വേറൊരു പക്ഷമുണ്ട്. ഇപ്പോൾ നോർമലി ഞാൻ പറയാം, വില്ല് നല്ലതാണെന്നും അതെന്തിനാണ് ഉണ്ടാക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ആൾക്കാർ വില്ല് ഉണ്ടാക്കാത്തത്? അതൊരു കോൺഫ്ലിക്റ്റ് നമുക്ക് ഒഴിവാക്കാനായിട്ട്. നോട്ട് എക്സാക്ട്ലി. അതായത് ഞാൻ ഇവിടെ ഒരു കഥ പറഞ്ഞുതരാം. ഓക്കെ, മൈറ്റ് ബി ഇൻട്രസ്റ്റിംഗ്. മഹാഭാരതം അറിയാലോ. ഓക്കെ, മഹാഭാരതത്തിൽ ഒരു ചെറിയൊരു സീനുണ്ട്, എപ്പിക് സീനുണ്ട്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് കഥയിലേക്ക് പോകുന്നില്ല, ഒരു ചെറിയൊരു എപ്പിക് സീനുണ്ട്. യക്ഷനും യുധിഷ്ഠിരനും തമ്മിൽ ഒരു കോൺവെർസേഷൻ. ഓക്കെ, അതായത് പാണ്ഡവന്മാരിൽ 4 പേരും ഒരു പുഴയിലെ വെള്ളം കുടിച്ചിട്ട് അവർ മരിക്കുന്നു. അപ്പോൾ ആ സിറ്റുവേഷനിൽ യുധിഷ്ഠിരൻ വരുന്നു, മൂത്ത ചേട്ടൻ വരുന്നു. അദ്ദേഹം കള്ളം പറയില്ല. അപ്പോൾ അദ്ദേഹം വെള്ളം കുടിക്കാൻ നോക്കുന്ന സമയത്ത് യക്ഷൻ വന്നിട്ട് പറയാണ്, ഈ വെള്ളം കുടിക്കരുത്, യു വിൽ ഡൈ. ഓക്കെ, ഷുഡ് ആൻസർ ഓൾ ദിസ് ക്വസ്റ്റ്യൻ. അത് കുറച്ച് ചോദ്യങ്ങളാണ്, അതിന് ഉത്തരം പറയണം. അതാണ് മറ്റേ യക്ഷൻ്റെ ഒരു ചോദ്യങ്ങളും ഒരു റാപ്പിഡ് റൗണ്ട് ക്വസ്റ്റ്യൻസ്. അതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരു ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് അമേസിങ് എബൌട്ട് ലൈഫ്? അത് ലൈഫിൽ ഏറ്റവും എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളതും ആശ്ചര്യപ്പെടുത്തുന്നത് എന്താണെന്ന് ലൈഫിനെ കുറിച്ചിട്ട്. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം യുധിഷ്ഠിരൻ പറയുന്നത് മരണത്തെക്കുറിച്ചാണ്. ഓക്കെ, ലൈഫിനെ കുറിച്ച് ചോദിക്കുമ്പോൾ യുധിഷ്ഠിരൻ പറയുന്നത് മരണത്തെക്കുറിച്ചാണ്. സോ പുള്ളി എന്താ പറയുന്നത് പറഞ്ഞാൽ, എവ്രി ഹ്യൂമൻ ബീങ്, അതായത് ലോകത്തുള്ള എല്ലാവരും എല്ലാ ദിവസവും കാണുന്നത് നമ്മുടെ മുന്നിലുള്ള എല്ലാവരും മരിക്കുന്നു അല്ല, അവരുടെ എല്ലാം അവസാന മരണമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെങ്കിൽ ഈ ഹിംസെൽഫ്, അദ്ദേഹത്തിന് ഒരിക്കലും തന്നെ ഫീലില്ല ഞാൻ മരിക്കുന്നു. ഓക്കെ, നമ്മൾ ജീവിക്കുന്നത് എപ്പോഴും ആസ് ആൻ ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും മരണമില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരിക്കലും മരണമില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങളൊരു 10, 75, 70 വയസ്സുള്ള ആർക്കെങ്കിലും ഒരു 500 റുപ്പീസോ അല്ലെങ്കിൽ ഒരു 1000 റുപ്പീസോ കൊടുത്തു കഴിഞ്ഞാൽ അവരത് സ്പെൻഡ് ചെയ്യില്ല. അവർ ദേ കീപ്പ് ഇറ്റ്, ദേ ഹോൾഡ് ഇറ്റ്. എന്താണെന്നറിയോ? ദേ സ്റ്റിൽ ബിലീവ് വന്നിട്ട് ദേ ലിവ് ഫോർ എ ലോങ് ടൈം അല്ലേ. അപ്പോൾ നമ്മുടെ മുന്നിൽ ഈ ഒരു സംഭവം ഒരിക്കലും നമുക്ക് വരുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിത് ചെയ്യാത്തത്. ഈ പറഞ്ഞ സക്സഷൻ പ്ലാനിങ്ങിനെ കുറിച്ച് ചിന്തിക്കാത്തതിൻ്റെ വൺ ഓഫ് ദ റീസൺ ഞാൻ ചിന്തിക്കുന്നത്, ഇത് ചെയ്യാൻ ഇനിയും സമയമുണ്ട്.